ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. പതിവ് പോലെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഭവങ്ങളും വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഒന്ന് കണ്ടിട്ട് വന്നാലോ? ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പലരും വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണ്. നമ്മുടെ ഓട്സ് ഉപ്പുമാവാണ് കേട്ടോ. പക്ഷേ ഉണ്ടാക്കുന്ന എല്ലാവർക്കും അത്ര ഇഷ്ടത്തോടെ കഴിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ നമ്മളിന്ന് എല്ലാവർക്കും, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് കേട്ടോ, അല്പം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഓട്സ് ആദ്യമേ തന്നെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തു. നന്നായിട്ടൊന്ന് ചൂടാക്കി അതൊന്ന് മൂപ്പിച്ച് വന്ന് കഴിയുമ്പോൾ അതിനൊരു മണമുണ്ടല്ലോ. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. എന്നിട്ട് അതേ പാത്രത്തിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു. അപ്പോൾ ഇത്തവണ ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. അതൊന്ന് ചൂടായി വന്നപ്പോൾ ഒരല്പം ജീരകവും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയൊരു സവാള ഒന്ന് കൊത്തി അരിഞ്ഞങ്ങ് ഇട്ടേക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വാടി വന്ന ശേഷം അതിലേക്ക് ഞാൻ നമ്മുടെ പച്ചമുളക് അരിഞ്ഞതും അതേപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റും ഒരു 3-4 ബീൻസൊക്കെ കൂടി അരിഞ്ഞിട്ട് അതും കൂടി അങ്ങ് ചേർക്കുകയാണ്. ഈ ബീൻസും ക്യാരറ്റൊക്കെ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പച്ചക്കറികളല്ലേ. കൂടാതെ ഇങ്ങനെ നമ്മൾ ഉപ്പുമാവ് പോലെയുള്ള വിഭവങ്ങളിൽ ചേർക്കുമ്പോൾ ഇപ്പോൾ അധികം ഇങ്ങനെ പച്ചക്കറി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലും അറിയാതെ ഞാൻ കഴിച്ചു പൊക്കോളൂല്ലോ. അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ ഒന്ന് വാടി വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ഈ ഉപ്പുമാവ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. മാക്സിമം ഒരു 5-10 മിനിറ്റ് മാത്രം മതി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ പച്ചക്കറികളൊക്കെ ഒന്ന് വാടി വന്നാൽ മതി, ഒരുപാട് വഴണ്ടു പോകേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് ആദ്യമേ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏത് ഓട്സ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. റോൾഡ് ഓട്സ് ആണെങ്കിൽ കൂടെ നല്ല. ഞാൻ പലപ്പോഴും നമ്മുടെ ചാനലിൽ ഓട്സ് വിഭവങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ പറയാറുള്ളതാണ്. പക്ഷേ ഇപ്പം നിലവിൽ എൻ്റെ കയ്യിൽ നമ്മുടെ സാധാ ഓട്സ് ഇരിക്കുന്നതുകൊണ്ട് ഞാനതങ്ങ് എടുത്തു എന്ന് മാത്രം. അപ്പോൾ ഓട്സുകൾ ചേർത്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഓട്സിൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ ക്യാരറ്റും ബീൻസൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എനിക്ക് ആകെ 1/2 കപ്പ് വെള്ളമാണ് വേണ്ടി വന്നത്. അതിന് ചൂടുവെള്ളമാണ് ചേർത്തത്. അപ്പോൾ എടുക്കുന്ന ഓട്സിൻ്റെ ഇതനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിനൊക്കെ ചെറിയ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ അല്പാൽപമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നോക്കുക. കാരണം ഓട്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് കുതിർന്ന് പോകും. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ സാധാരണ റവ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ എടുക്കുന്ന കപ്പിന് അത്രയും തന്നെ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് കുഴഞ്ഞു പോകും. അപ്പോൾ നോക്കി വേണം ചേർക്കാനായിട്ട്. അപ്പോൾ വെള്ളം കൂടെ ചേർത്ത ശേഷം മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി പ്രോസസ്ഡ് ഓട്സ് ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് നേരമൊന്നും വേവ് ആവശ്യമുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ ഓട്സൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു 2 മിനിറ്റ് മാത്രമാണ് കേട്ടോ മൂടി വെച്ച് വേവിച്ചോളൂ. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴഞ്ഞു പോകും. അപ്പോൾ നമുക്കിനി അവസാനം കുറച്ച് മുട്ട കൂടി അതിനകത്തേക്ക് ചിക്കിയിടണം. അപ്പോൾ ആ നടുഭാഗത്ത് ഇച്ചിരി ഓട്സൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ഒരു മുട്ട അങ്ങ് പൊട്ടിച്ചൊഴിക്കുക. അല്പം ഉപ്പും കുറച്ച് കുരുമുളക് പൊടി, പിന്നെ എന്താ പറയുക, 1 സ്പൂൺ തേങ്ങ മതി, ഒരുപാടൊന്നും വേണ്ട. അതും കൂടെ ചേർത്തിട്ട് ഒന്ന് നമുക്ക് ചിക്കിയെടുക്കാം. അപ്പോൾ ഈ മുട്ട കൂടി ചേർക്കുമ്പോൾ നമ്മുടെ ആ ഓട്സിൻ്റെ ഒരു മക്ക് ചൊവയാണ് പലർക്കും ഓട്സ് ഇഷ്ടപ്പെടാതിരിക്കാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മുട്ട കൂടി ചേർക്കുമ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് വ്യത്യാസമൊക്കെ അങ്ങ് മാറി കിട്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ നമ്മുടെ ഉപ്പുമാവ് കിട്ടും. അപ്പോൾ നമ്മുടെ സാധാ റവ ഉപ്പുമാവ് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് പോലും ഈ ഓട്സിൻ്റെ ഉപ്പുമാവ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതൊരു ടിപ്പാണ്, നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടോ. ഭയങ്കര ഹെൽത്തി അല്ലേ. അപ്പോൾ രാവിലെ തന്നെ മുട്ടയൊക്കെ ആയപ്പോൾ നല്ല പ്രോട്ടീനും പച്ചക്കറിയും ഓട്സും എല്ലാം കൂടെ ആയപ്പോൾ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്നത്തെ. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഷുഗറൊക്കെ ഉള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവ് റെസിപ്പിയാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ. ഭയങ്കര ടേസ്റ്റാണ്. നമുക്കങ്ങനെ എന്താ പറയുക, ഹെൽത്തി ആവുമ്പോൾ പല വിഭവങ്ങളും അത്ര ടേസ്റ്റി ആയിട്ട് നമുക്ക് തോന്നാറുണ്ടാവില്ല. പക്ഷേ ഇത് കിടുവാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു. അതുപോലത്തെ ഇന്നത്തെ ഊണാണെങ്കിലും ഭയങ്കര സിമ്പിളായിട്ടുള്ള എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ള വളരെ കുറച്ച് പച്ചക്കറികൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു തനി നാടൻ ഊണാണ്. അപ്പോൾ ഞാനതിന് വേണ്ടി കുറച്ച് ചെറിയുള്ളി അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, എരിവിന് ആവശ്യമായിട്ടുള്ള 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കറി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളി പുളിക്കറിയാണ് കേട്ടോ.
അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് കൂടെ ചേർക്കുന്നുണ്ട്. തികച്ചും ഓപ്ഷണലാണ്. അപ്പോൾ തേങ്ങ ചേർത്തില്ലാന്ന് എഴുതി നമ്മുടെ കറിക്ക് പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ പക്ഷേ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ തേങ്ങാക്കൊത്ത് കടിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതേപോലെ ഞാനിന്നൊരു പയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പയർ മെഴുക്കുവരട്ടിയേക്കാളും ഇഷ്ടം അച്ചിങ്ങ മെഴുക്കുവരട്ടിയാണ്. നാടൻ അച്ചിങ്ങ ഉണ്ടല്ലോ നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാകുന്നത്. ആ അച്ചിങ്ങ കൊണ്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റൊന്നും നമ്മുടെ ഈ പയർ കൊണ്ടുണ്ടാക്കിയാൽ ഉണ്ടാവത്തില്ല. എങ്കിലും മെഴുക്കുവരട്ടി ആകുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് പയർ കിട്ടിയപ്പോൾ അതുകൊണ്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് കരുതി. നീളത്തിൽ ഇഷ്ടമുള്ള വലിപ്പത്തിലൊക്കെ അരിയാട്ടോ. അപ്പോൾ ഞാൻ വളരെ കുറച്ച് പയർ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരു നേരം കഴിക്കാനുള്ള മെഴുക്കുവരട്ടി അളവിലൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ കൂടുതലും കറികൾ ഉണ്ടാക്കുന്നത് അളവ് കൂട്ടിയല്ല, വളരെ കുറച്ച് അളവിലേ ഉണ്ടാക്കാറുള്ളൂ. കാരണം ഞങ്ങൾ ഒരു നേരം മാത്രമേ ചോറുണ്ണാറുള്ളൂ കേട്ടോ. പലരും എൻ്റെ അടുത്താണെങ്കിലും ചേച്ചിയുടെ അടുത്തൊക്കെ ആണെങ്കിലും വെയിറ്റ് മാനേജ് ചെയ്യാൻ എന്താ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാനൊരു 40 days വെയിറ്റ് ലോസ് ചലഞ്ച് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ വെയിറ്റ് ഒരുപാടൊന്നും കൂടിയിട്ടില്ല. ഇപ്പോഴും ഒരു 55-56 കിലോയിലൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഞാൻ ഒരു നേരം മാത്രമേ ചോറുണ്ണാറുള്ളൂ. അത് വളരെ കുറച്ചളവിൽ മാത്രം. അതാണ് കേട്ടോ കാരണം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ ഇടികല്ലിൽ നമ്മുടെ ചെറിയുള്ളിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്താണ് മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ പുളിങ്കറിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു നാരങ്ങ വലുപ്പത്തിൽ വാളംപുളി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് അലിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പുളിവെള്ളമാക്കി എടുക്കണം. അപ്പോൾ 2 കറികളും ഒരേ സമയം ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പണി കഴിഞ്ഞില്ല. അതുകൊണ്ട് ഒരു പാനും അതേപോലെ തന്നെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഭയങ്കര കട്ടിയായി തുടങ്ങി. അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ 2 പാത്രത്തിലേക്കും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ 2ലേക്കും കടുകും ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടി വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പുളിങ്കറിക്ക് വേണ്ടിയിട്ട് കറിവേപ്പിലയും അതേപോലെ തന്നെ വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ മെഴുക്കുവരട്ടിക്കും കറിവേപ്പില വേണം. അപ്പോൾ ഏകദേശം ഇതേപോലത്തെ നാടൻ കറികളുടെയൊക്കെ തുടക്കം ഒരേപോലെയാണല്ലേ. കടുക്, കറിവേപ്പില, വറ്റൽമുളകൊക്കെയാണല്ലോ. അപ്പോൾ ചട്ടിയിലാണ് കേട്ടോ പുളിങ്കറി ഉണ്ടാക്കുന്നത്. പാനിലാണ് നമ്മൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചെറിയുള്ളിയും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഇളക്കി അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. നമ്മൾ ഈ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ചതച്ച് ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും അങ്ങനെയായിരിക്കും ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മുടെ പുളിങ്കറി ഉണ്ടാക്കുന്ന ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത്, നമ്മൾ ആദ്യം അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്തു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ തികച്ചും ഓപ്ഷണലാണ് തേങ്ങാക്കൊത്ത് ചേർക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എനിക്ക് തേങ്ങാക്കൊത്തൊക്കെ കടിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും അതേപോലെ തന്നെ ചുവന്നുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് ചതച്ച മുളക് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഒരു ടീസ്പൂൺ 1.5 ടീസ്പൂൺ ചതച്ച മുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എരിവിനനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ വരുത്തേണ്ട കാര്യമാണ് കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കുകയാണ്. അപ്പോൾ അതൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ല് വരുമല്ലോ. അത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ മാറണമല്ലോ. അപ്പോൾ ആ സമയം തന്നെ നമ്മുടെ തേങ്ങാക്കൊത്ത് കരിഞ്ഞു പോകാതിരിക്കാൻ നോക്കണമല്ലോ. അപ്പോൾ അതും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുവാണ് കേട്ടോ. തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് മൂത്ത് വന്നു കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ പച്ചമുളകും. ഞാനിവിടെ ഒരു 15 to 20 എണ്ണം ചെറിയുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. അത് വട്ടത്തിലാണ് അരിഞ്ഞത്, കണ്ടായിരുന്നല്ലോ. ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിയാം കേട്ടോ. അപ്പോൾ ചെറിയുള്ളിയുടെ അളവ് കൂടുന്തോറും ടേസ്റ്റ് കൂടും. സവാള എടുക്കണം കേട്ടോ. ഈ ഒരു കറിക്ക് ചെറിയുള്ളി തന്നെയാണ് ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതേസമയം നമ്മൾ മെഴുക്കുവരട്ടിക്ക് വേണ്ടി നമ്മുടെ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചതച്ചമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് മൂപ്പിച്ച് വെച്ചിരുന്ന കൂട്ട് പച്ചമണമൊക്കെ മാറി റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കാം. പയറിൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ ഉള്ളിയും മുളകും ഒക്കെ എത്തിട്ട് അതേപോലെ നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ പുളിങ്കറിക്ക് ആവശ്യമായിട്ടുള്ള ചെറിയുള്ളി ഇതുവരെ വഴണ്ടിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. ഉള്ളി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാൻ മറക്കണം കേട്ടോ. കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകാനിടയുണ്ട്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ കറിയുടെ ടേസ്റ്റ് മൊത്തത്തിൽ അങ്ങ് മാറത്തില്ലേ.
പ്രത്യേകിച്ച് ചട്ടിയിലല്ലേ വെച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങാനും തീ കൂടി പോവോ അല്ലെങ്കിൽ എണ്ണ കുറഞ്ഞൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കഴിയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എങ്ങാനും എണ്ണ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് എണ്ണ ഇടയ്ക്കൊന്ന് ഒഴിച്ചു കൊടുത്തരും കേട്ടോ. അതേപോലെ പയർ വേവിക്കാൻ നേരത്ത് മൂടി വെച്ച് വേണം കേട്ടോ വേവിക്കാനായിട്ട്. കാരണം പയറിൽ നിന്ന് വളരെ കുറച്ച് മാത്രമേ വെള്ളം ഇറങ്ങത്തുള്ളൂ. അപ്പോൾ മൂടി വെച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകുന്ന പോലെ തോന്നും. പയർ വേവത്തൂല എന്നങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് മൂടി വെച്ച് തന്നെ വേവിക്കണേ. അപ്പോൾ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് ഒരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് വന്നു തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. മുളക് പൊടി ഞാനിവിടെ കാശ്മീരി ചില്ലി 1.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് ഇതിനൊക്കെ ഏറ്റക്കുറച്ചിലുകൾ വരുത്താം കേട്ടോ. പിന്നെ 1 ടീസ്പൂണിൽ താഴെ ഉലുവ വറുത്ത് പൊടിച്ചതും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി, അതും ഒരു പിഞ്ച് മാത്രമാണ് കേട്ടോ കായത്തിൻ്റെ പൊടി ചേർത്തിട്ടുള്ളൂ. കാരണം കായത്തിൻ്റെ പൊടിയൊക്കെ ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് വ്യത്യാസം വരുമെന്ന് അറിയാമല്ലോ. അപ്പോൾ അത് നോക്കി വളരെ കുറച്ച് മാത്രം ചേർത്തിട്ട് നമുക്ക് തീയപ്പോൾ ലോ ഫ്ലെയിമിലാക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കുക. പച്ചമണം മാറിയ ശേഷം നമ്മൾ ആദ്യം വാളംപുളി ചൂടുവെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. പുളി പിഴിഞ്ഞ് നമുക്ക് പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം വെള്ളം കുറവാണ് അല്ലെങ്കിൽ ചാറ് കുറവാണെന്ന് തോന്നിക്കഴിയുകയാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കട്ടെ. ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ചൂടുവെള്ളമാണ് ഒഴിച്ചത്. കാരണം നമ്മൾ പൊടികളൊക്കെ അത്യാവശ്യം ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ കുറച്ചുകൂടെ ചാറുള്ളത് നന്നായിരിക്കും. അപ്പോൾ പയറിവിടെ പകുതി വെന്തിട്ടുണ്ട്. ഞാൻ വെള്ളമൊന്നും ഇതുവരെ ചേർത്തിട്ടുണ്ടായിരുന്നില്ല, തീരെ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു. ഇനി നമുക്ക് നമ്മുടെ ഉള്ളിക്കറി മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. എണ്ണ തെളിയുന്നിടം വരെ തിളപ്പിച്ചെടുക്കണം. അതേപോലെ നമ്മുടെ പയറിലേക്ക് ഞാൻ ഇതുവരെ ഉപ്പിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് കേട്ടോ ഉപ്പിടുന്നത്. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ ഈ പയർ മെഴുക്കുവരട്ടി അല്ലെങ്കിൽ അച്ചിങ്ങ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതിന്. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വെള്ളത്തിൻ്റെ ഒക്കെ ചുവ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മാക്സിമം വെള്ളം കുറച്ച് മാത്രം ഒഴിച്ച് മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഉള്ളിപ്പുളിങ്കറി നന്നായിട്ടൊക്കെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. ഉള്ളിക്കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ശർക്കര കൂടെ ചേർക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ശർക്കര ചെറിയ ക്യൂബായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു ചെറിയൊരു ക്യൂബാണ് ഇട്ട് കൊടുത്തത്. അല്ലെങ്കിൽ ഇപ്പോൾ സാധാ ശർക്കരയാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം മതി, ഒരുപാടൊന്നും വേണ്ട. എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടണം. ഇപ്പോൾ പുളിയായി എരിവായി ആ മധുരം കൂടെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും. ഇനി ശർക്കര ചേർക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ അതും കൂടെ ചേർക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റായിരിക്കും. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ പയർ മെഴുക്കുവരട്ടിയൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ പുളിങ്കറി ശർക്കര കൂടി ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ടങ്ങ് തിളയൊക്കെ വന്നു കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഉള്ളി പുളിങ്കറി റെഡിയായി കഴിഞ്ഞു. രണ്ടും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന 2 കറികളാണ്. തേങ്ങയൊന്നും ചേർക്കാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 2 കറികളാണ്. ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. അതാണ് ഇപ്പോൾ ഈ ഉള്ളിക്കറി നമുക്കിങ്ങനെ ചോറിൻ്റെ കൂടെ നിന്ന് മാത്രമല്ല എന്ത് സാധനത്തിനും, ഇപ്പോൾ പുട്ടായിക്കോട്ടെ, ദോശ ആയിക്കോട്ടെ, അപ്പം ആയിക്കോട്ടെ, അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള കറിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലല്ലോ, വളരെ കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാ നമ്മുടെ അരി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ചോറും റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നല്ല തൂവെള്ള ചോറും ഈ ഒരു ഉള്ളിക്കറിയും ആ ഒരു കറി മാത്രം മതി ശരിക്കും പറഞ്ഞാൽ ചോറുണ്ണാനായിട്ട്. അതിൻ്റെ കൂടെ നമ്മുടെ പയർ മെഴുക്കുവരട്ടിയും ഒക്കെ കൂടി ഉണ്ടെങ്കിൽ പിന്നെ വേറെ എന്ത് വേണം അല്ലേ. ഈ കറികളൊന്നും മെഴുക്കുവരട്ടിയൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നിരിക്കും, പക്ഷേ ഉള്ളിക്കറി അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി കാണാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് കല്ലുമ്മക്കായ അച്ചാറും എടുക്കുന്നുണ്ട്. അപ്പോൾ കല്ലുമ്മക്കായ അച്ചാർ ഇച്ചാനാണ്. എനിക്കിതിൻ്റെ കൂടെ തൈര് കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം കൂടുതൽ. അപ്പോൾ ഞാൻ അച്ചാർ എടുത്തില്ല, ഞാൻ തൈരാണ് എടുത്തത്. ഞാനൊരു തൈര് പ്രേമിയാണ്. ഞാനും ചേച്ചിയൊക്കെ അതെ, ഞങ്ങൾക്ക് തൈര് മോരുകറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഇതെല്ലാം കൂട്ടി ഒരു പിടി പിടിക്കുകയായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക്. കിട്ടു ടേസ്റ്റാണ്. നോൺ വെജ് കറികളൊക്കെ മാറി നിൽക്കും ഈ ഒരു കോമ്പിനേഷൻ്റെ മുന്നിൽ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക, ഞാൻ പറയുന്നതിൽ നല്ലത് നിങ്ങൾ ഉണ്ടാക്കിയൊന്ന് കഴിച്ച് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതായിരുന്നു ഉച്ചയൂണിന്. ഇനി
പയ്യെ നമ്മൾ സ്നാക്കിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സ്നാക്ക് അത്ര ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കൊന്നും അല്ല കേട്ടോ, അത് ആദ്യമേ പറയാം. ഞാനിവിടെ മൈദയാണ് എടുത്തിരിക്കുന്നത്, കുറച്ച് എള്ളിട്ടിട്ടുണ്ട്, പഞ്ചസാര, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, ഇത്രയാണ് ചേർത്തിരിക്കുന്നത്. നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ബാറ്റർ ഉണ്ടാക്കില്ലേ, സെയിം അതേപോലെ തന്നെ. വേണമെങ്കിൽ ഏലക്കൊക്കെ പൊടിച്ച് ചേർക്കാം കേട്ടോ, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ ഇവിടെ നിലവിൽ ഞാൻ എള്ളും മൈദയും ഉപ്പും പഞ്ചസാരയും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് ബാറ്റർ നമ്മുടെ പഴംപൊരിക്കൊക്കെ ഉണ്ടാക്കാൻ നേരത്തെ ഉണ്ടാക്കുന്ന ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കാം. അപ്പോൾ മധുരത്തിൻ്റെ അളവ് കുറച്ച് കൂട്ടിയിട്ട് കേട്ടോ, പഴംപൊരിക്ക് ഉണ്ടാക്കുന്നതിനേക്കാളും മധുരത്തിൻ്റെ അളവ് കൂടിയിരിക്കണം. അപ്പോൾ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെക്കുകയാണ്. വറുത്തെടുക്കുന്ന സാധനങ്ങൾ മിക്കവാറും ഞാൻ സൺഫ്ലവർ ഓയിലിൽ തന്നെയാണ് ഉണ്ടാക്കാറ്. നമ്മളിവിടെയൊക്കെ ജീവിക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്നത് അത്ര മുതലാവുന്ന കാര്യമല്ല, അതുകൊണ്ട് സൺഫ്ലവറിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ എണ്ണ ചൂടാക്കാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബാറ്ററിലേക്ക് നമ്മൾ മുക്കിയെടുത്ത് വറുക്കുന്നത് ബ്രെഡാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ബ്രെഡ് എടുത്ത് 2 കഷ്ണമായിട്ട് അങ്ങ് മുറിക്കുകയാണ്. സാധാരണ ചായക്കടയിലൊക്കെ ഇത് മുഴുവൻ ബ്രെഡായിട്ട് തന്നെയാണ് വറുത്തെടുക്കാറ്. അപ്പോൾ എനിക്ക് അതിലും ഇഷ്ടം ചെറിയ കഷ്ണങ്ങളാക്കുന്നത്, കാരണം പെട്ടെന്ന് തന്നെ അങ്ങ് വറുത്തെടുക്കാൻ പറ്റും. പിന്നെ പാനിലിടുമ്പോഴൊക്കെ ആണെങ്കിലും വലിയ കഷ്ണങ്ങളാണെങ്കിൽ മറിച്ചിടാനൊക്കെ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഞാൻ ഒന്ന് മുറിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ ബ്രെഡ് ഓരോന്നായിട്ട് ആ ബാറ്ററിൽ മുക്കി അങ്ങ് വറുത്തെടുക്കാം. നിങ്ങളുടെ നാട്ടിലേക്കുണ്ടോ ഈ ഒരു പലഹാരം? ഞങ്ങളുടെ നാട്ടിലൊക്കെ നാടൻ തട്ടുകടയിലും അതേപോലെ തന്നെ ഹോട്ടലുകളിലൊക്കെ ഈ ഒരു ചായക്കടി ഉണ്ടാവാറുണ്ട്. അപ്പോൾ പഴമൊന്നും ഇല്ലെങ്കിലും ഒരു പഴംപൊരി എന്ന് പറയാൻ പറ്റില്ല, ബ്രെഡ് പൊരി അല്ലെങ്കിൽ ബ്രെഡ് ടോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാണ് കണ്ണാടിക്കൂട്ടിൽ ഈ പലഹാരങ്ങൾ ഓരോന്നിരിക്കുക. പണ്ട് സ്കൂൾ വിട്ടു പോകുമ്പോൾ ഇതൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ ഭയങ്കര കൊതിയാണ് ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കാനായിട്ട്. പക്ഷേ വീട്ടിൽ നിന്ന് അങ്ങനെ ചായക്കടികളൊക്കെ വാങ്ങിച്ച് തരുന്നത് വളരെ ചുരുക്കമാണ്. ആരെങ്കിലുമൊക്കെ വിരുന്നുകാർ വരുമ്പോഴാണ് വേഗം പോയി ചായക്കടയിൽ പോയി ഇതേപോലെയുള്ള പലഹാരങ്ങളൊക്കെ വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഇതൊക്കെ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര നൊസ്റ്റുമായിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ ഒരു കണക്കിന് ഇതൊന്നും എപ്പോഴും ഉണ്ടാക്കി തിന്നാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്, ഈ വറുത്തും പൊരിച്ചൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങളിൽ. പക്ഷെ വല്ലപ്പോഴും ഒരു സ്നാക്ക് കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഈസി ആയിട്ടുള്ളൊരു നമ്മുടെ ഒരു സ്നാക്കാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക, ഇഷ്ടമാവും. അപ്പോൾ ഈ ബ്രെഡ് ചേർക്കുന്നതുകൊണ്ടാണ് ഞാൻ മധുരത്തിൻ്റെ അളവ് കുറച്ച് കൂട്ടിക്കൊള്ളാൻ പറഞ്ഞത്. കാരണം ബ്രെഡിന് പ്രത്യേകിച്ച് മധുരം ഇല്ലല്ലോ. പഴംപൊരി ആകുമ്പോൾ പഴത്തിൻ്റെ മധുരം ഉള്ളതുകൊണ്ട് പിന്നെ പഞ്ചസാര ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനൊക്കെ വളരെ കുറച്ച് അളവിൽ മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇത് തന്നെ ധാരാളമാണ്. ഞങ്ങളിങ്ങനത്തെ വറുത്ത് പൊരിച്ചുള്ള സ്നാക്കിനോട് അത്ര വലിയ പ്രിയമുള്ള ആൾക്കാരല്ല. കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള പഴം ചേർത്തിട്ടുള്ള വിഭവങ്ങളോടാണ് കൂടുതൽ ഇഷ്ടം. പഴംപൊരിയൊക്കെ എനിക്ക് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാര്യം എണ്ണയിൽ വറുക്കുന്നതാണെങ്കിൽ പോലും പഴംപൊരിയുടെ വലിയ ആരാധകരാണ് ഞങ്ങൾ രണ്ടുപേരും. പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ വല്ലപ്പോഴും വെറൈറ്റി സാധനങ്ങൾ കഴിക്കാനും ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ പിന്നീട് വരുന്നതാണ്. ബൈ.